عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. يا ولي الله عنكم رضي الله أتينا بابكم انصرونا بنصركم. ആദരണീയരായ സാദാത്തുക്കൾ, വന്യരായ ശൈഖുന സുൽത്താനുൽ ഉലമ, ബഹുമാനപ്പെട്ട ശൈഖുന സിറാജുൽ ഉലമ അടക്കം അഭിവന്യരായ ഉസ്താദുമാർ, മുഅ്മിനീങ്ങളെ, ഇന്ന് സ്ഥാപനത്തിൽ നിന്ന് സനദ് വാങ്ങി സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള പ്രതിജ്ഞയുമായി സജ്ജരായി ഇരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു മഹാമനീഷയുടെ പാദചലനങ്ങളും അവിടുത്തെ സന്ദേശങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റിയ നിലക്ക് 25 വർഷക്കാലം പൂർത്തിയായ മദ്ഹറിൻ്റെ സിൽവർ ജൂബിലിയും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സ്വലാത്തിൻ്റെ മജ്ലിസുകൾക്ക് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും അവസാനം മദീന മുനവ്വറയിൽ വരെ സ്ഥാപിച്ച് അതിന് പരിപാലനം നടത്തിയ നമ്മുടെയൊക്കെ വന്യരായ ഷെയ്ഖ് സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ 10ാമത് ഉറൂസിൻ്റെ മജ്ലിസും, ഈ മജ്ലിസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘമായൊരു ഭാഷണത്തിലേക്ക് പോകുന്നില്ല. ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ച് അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തരായ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, വന്യരായ ഉസ്താദ് ശൈഖുന സുൽത്താനുൽ ഉലമ തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വൽ ആഫിയ, നമ്മുടെ മദ്ഹരികൾക്കും ഹാഫിദുകൾക്കും സനദ് കൊടുത്തുകൊണ്ട് നമുക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകി ഈ സമ്മേളനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. ഔപചാരികമായ ഉദ്ഘാടന കർമ്മം മഹാനായ ശൈഖുന റഈസുൽ ഉലമ തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വൽ ആഫിയ സമസ്തയുടെ അനിഷേധ്യരായ അധ്യക്ഷൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ്. അവിടുത്തെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് ഉദ്ഘാടനം മാറ്റിവെച്ചത്. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, സമർപ്പണ ബുദ്ധിയോടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സേവന രംഗത്ത് ദുനിയാവിൻ്റെ ഒരു ലക്ഷ്യവുമില്ലാതെ റബ്ബായ അല്ലാഹു എന്നെ തൃപ്തിപ്പെടണമെന്നും പ്രവർത്തനങ്ങളെ സ്വീകരിക്കണമെന്നുമുള്ള ചിന്ത ശരിയായ നിലക്ക് പുലർത്തുകയും നമുക്ക് പകർത്തിത്തരികയും ചെയ്ത വന്യരായ ശൈഖുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നിമിഷം പരിചയപ്പെട്ട ഒരു വ്യക്തിയും ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത വിധം
വ്യക്തിമുദ്ര പതിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവരാണ്. ഈ അംഗീകാരം എങ്ങനെയാണ് കിട്ടുന്നത്? പ്രഭാഷണ രംഗത്തെ വൈഭവം കൊണ്ടല്ല, തൂലികാ രംഗത്തെ വലിയ അസ്തിത്വം കൊണ്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളെ കീഴടക്കി ആ മഹാമനീഷയ്ക്ക് സമർപ്പിച്ചു എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഏത് കാലാവസ്ഥയിലും മഹാനവറുകളുടെ സമീപത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയും ഈ മഹത്തായ സമ്മേളനം പ്രഖ്യാപിച്ചതു മുതൽ ഈ സമ്മേളനത്തിന് സഹായകരമായ വിധം ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലും സഹായഹസ്തങ്ങൾ നീട്ടുന്നതിലും സന്തലുകൾ വന്ന് സന്തോഷിപ്പിക്കുന്നതിലും പ്രചരണ പ്രവർത്തനങ്ങളിലുമെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ വേദികളും അവിടുത്തെ മുഹിബ്ബീങ്ങളും നിരതരായി ഈ സമ്മേളന ദിവസം വരെ കാത്തുനിന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനവറുകളെ വേറിട്ടു നിർത്തുന്ന വലിയൊരു പ്രത്യേകത അവിടുത്തെ ആത്മധൈര്യമായിരുന്നു. എന്താണ് ഭൗതിക ലോകത്ത് കിട്ടുന്നതെന്ന റിസൾട്ടിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. മുതലാളിമാരായ ആളുകളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികം ഈ ദീനീയായ കാര്യത്തിന് വേണ്ടി ലഭിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അവരുടെ മുമ്പിൽ അനാവശ്യമായ ഓഫറുകൾ പറയുകയോ അവരെ ആവശ്യത്തിനപ്പുറം പുകഴ്ത്തുകയോ ചെയ്യുന്ന ഒരു രീതി പോലും മഹാനവറുകൾ അവലംബിച്ചില്ല. കാരണം പാവപ്പെട്ടവനും പണക്കാരനും പണിക്കാരനും അവരുടെ സമക്ഷത്തിലേക്ക് വരുമ്പോൾ അഭയം തരുന്ന ഈ മഹത്തായ കേന്ദ്രം ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ വഴിയാണ്. ഹർക്കൽ രാജാവ് അബൂ സുഫിയാനോട് വ്യക്തമായി ചോദിക്കുകയാണ്. അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമിനെതിരായിരുന്നു. ഇപ്പൊ റളിയല്ലാഹു അൻഹു പറയത്തക്ക നിലയിൽ സഹാബി വൃന്ദത്തിലേക്ക് മഹാനവറുകൾ കടന്നു വന്നിട്ടുണ്ട്. അബൂ സുഫിയാനോട് അന്ന് ചോദിച്ചു, ഈ മഹത്തായ പ്രവാചകൻ എന്ന് പറയുന്ന ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, അവരുടെ അനുയായികളായി കടന്നു വരുന്നത് ഏറെയും ആരാണ്? പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞപ്പോൾ പണക്കാരുടെ സമ്പത്ത് നോക്കിയോ വേറെതെങ്കിലും രാഷ്ട്രീയമായ സ്വാധീനം നോക്കിയോ മുൻകാലത്ത് ഭരണകൂടമായി ഇവിടെ പ്രവർത്തിച്ചിരുന്നവരുടെ പിൻഗാമികളാണോ എന്ന് ചോദിച്ച് അത്തരം അധികാരത്തിന് വേണ്ടിയാണോ ഈ സ്ഥാനം വിളിച്ചു പറയുന്നതെന്നറിയാൻ ആ രാജാവ് വളരെ ബുദ്ധിപരമായി ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഭരണത്തിന്റെ ആഗ്രഹം കൊണ്ടല്ല. മാത്രമല്ല അവരിലേക്ക് വരുന്ന അനുയായികൾ വളരെ പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ്. കോടീശ്വരന്മാരായി പരിശുദ്ധമായി ഇസ്ലാമിനെ മറന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ സമീപിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു നിഅമത്ത് കൊടുത്ത സ്വാലിഹീങ്ങൾ അഗ്നിയാ ഈ മഹത്തായ സ്ഥാപനത്തെയും സംരംഭത്തെയും ഒക്കെ സഹായിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ കൽബിൽ തങ്ങളുപ്പായുടെ ഖാദിമീങ്ങളാണ് ഞങ്ങളൊട്ടും പവർഫുള്ളായ ആളുകളല്ല എന്ന വിനയാന്വിതമായ മനസ്സ് പാകിക്കൊടുക്കാൻ പാകപ്പെടുത്തത്തക്ക നിലയിലാണ് ബഹുമാനപ്പെട്ടവരുടെ തർബിയത്തുണ്ടായിരുന്നത്. അതാ പുന്നാര പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയാണ്. മാത്രമല്ല അവിടുത്തെ സ്വഹാബത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ധൈര്യം അത് മഹാനവറുകൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാഹചര്യം അവിടുത്തെ മാതൃത്വത്തെ പരിരക്ഷിച്ചുകൊണ്ടും പരിലാളിച്ചുകൊണ്ടും മാതാവ് എന്തു പറയുന്നു അത് 100% അനുസരിച്ചുകൊണ്ട് അവർക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ വെളിച്ചം അവരിലേക്ക് എത്തുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അംഗീകരിച്ച ശേഷം ആ വാർത്ത ഉമ്മ അറിയുന്നത് താമസിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഉമ്മയ്ക്ക് ഖിദ്മത്ത് എടുക്കാൻ, ആ ഉമ്മ ഇസ്ലാമിൽ അല്ലെങ്കിലും അവർക്ക് വേണ്ട സേവനം ചെയ്യാൻ, അവർക്ക് വേണ്ട പരിരക്ഷ കൊടുക്കാൻ പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും എതിരല്ലെന്ന് മാത്രമല്ല, ഏതു മതക്കാരിയാണെങ്കിലും ആ ഉമ്മയുടെ തൃപ്തി കരസ്ഥമാക്കാൻ ആവശ്യമായ സേവന നിരതമായ
ജീവിതമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മയുടെ ചെവിയിലേക്ക് എത്തുന്നത്, എൻ്റെ മകൻ മുസ്ലിമായിട്ടുണ്ട്. ഉടനെ ആ മകനോട് ചോദിച്ചു, നീ മുസ്ലിമായെന്ന് കേൾക്കുന്നല്ലോ, ശരിയാണോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ഉമ്മ, ഞാൻ മുസ്ലിമായിട്ടുണ്ട്. നീ മുഹമ്മദിനെ അംഗീകരിച്ചു എന്ന് പറയുന്നത് ശരിയാണോ മോനെ? അതെ, തീർച്ചയായുമാണ് ഉമ്മ. ആ സമയത്ത് ആ മകനോട് ഉമ്മ പറയുകയാണ്, നീ ആ മതത്തിൽ നിന്ന് രാജിവെക്കണം, നീ ആ പ്രവാചകനെ അംഗീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ, അതുമാത്രം സാധ്യമല്ല ഉമ്മ. സഅദ് ഇബ്നു അബീ വഖാസിന്റെ രസനയിൽ നിന്ന് ആദർശത്തിന്റെയും ആശയത്തിന്റെയും ധീരത വെച്ചുകൊണ്ട് ആ ഉമ്മയോട് നോ എന്ന് പറയുന്ന ആദ്യത്തെ വാക്കായിരുന്നു അത്. ഇത് കേട്ടപ്പോൾ ആ ഉമ്മയ്ക്ക് മനസ്സിലായി, പ്രകടമായൊരു മാറ്റം ഈ മകനിൽ വന്നിട്ടുണ്ട്. ഇവനെ തിരിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ ഇവനെ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ഇത് മാത്രം പോരാ എന്ന് മനസ്സിലാക്കിയ ആ മാതാവ് പറഞ്ഞു, ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല മോനെ. കഴിക്കണ്ട ഉമ്മ. വെള്ളം കുടിക്കൂല മോനെ. കുടിക്കണ്ട ഉമ്മ. ഞാനിപ്പം മരിക്കുമടാ. ഒരാത്മാവല്ല 18 ആത്മാവ് ചെറുപറ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറന്നു പോയാലും ഈ സഅദ് ഇബ്നു അബീ വഖാസിനത് പ്രശ്നമല്ല ഉമ്മ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മഹബ്ബത്തിൽ ചാലിച്ചെടുത്ത ആദർശത്തിന്റെ സ്നേഹത്തിനു മുന്നിൽ ഏത് ദുനിയാവ് വെച്ചു കൊടുത്താലും, ഏത് പ്രലോഭനങ്ങളുടെ പരമ്പര വെച്ചു കൊടുത്താലും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആദർശ ധീരതയുടെയും വിശ്വാസദാർഢ്യത്തിന്റെയും പ്രകടമായ മനോഹരമായ ഉദാഹരണമായിരുന്നു മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കാണിച്ചതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഈ സ്ഥാപനത്തിന്റെ മാത്രമല്ല, നേരത്തെ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവറുകൾ കാവൽക്കട്ട കർണാടക ഭാഗത്ത് അവിടുത്തെ പ്രത്യേകമായ യാത്രയും അവിടുത്തെ ദീനീ സേവനവും കൊണ്ട് മുഈനുസ്സുന്ന എന്ന സ്ഥാപനമടക്കം നിരവധി സംരംഭങ്ങളെ പടുത്തുയർത്തിയത് അവരുടെ ഭാഷയിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ ഖാദിസിയ എന്ന സ്ഥാപനം തെക്കൻ കേരളത്തിലെ സുന്നി മർക്കസായി അറിയപ്പെടുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് വഫാത്ത് വരെ ഈ 650 കിലോമീറ്ററോളം യാത്ര ചെയ്ത് അവിടെ വന്ന് സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുകയും അവിടെ നസീഹത്ത് നൽകുകയും പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം പകരുകയും ചെയ്തെങ്കിൽ ഇടയ്ക്കിടെ എന്നോട് ചോദിക്കും, അല്ല മൊയ്ലേരെ, ഞാനിവിടെ വരുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് എന്ത് ഗുണമാണുള്ളത്? സുന്നത്ത് ജമാഅത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? എനിക്ക് ആളുകളെ കാണാനാണെങ്കിൽ എൻ്റെ മദ്ഹറിൽ ഇരുന്നാൽ മതി. രോഗികൾ വന്ന് ആശ്വാസം പകരുന്ന രീതിയാണെങ്കിൽ അതവിടെയും കോഴിക്കോടും വെച്ച് ആളുകൾ എന്നെ കാണാൻ ക്യൂ നിൽക്കുകയാണ്. ഞാൻ ഇവിടം വരെ യാത്ര ചെയ്തു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീനിന് ഖൈറുണ്ടോ എങ്കിൽ ഞാൻ എൻ്റെ വഫാത്ത് വരെ വരുമെന്ന് മഹാനവറുകൾ പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഞാൻ വന്യരായ ശൈഖുനായോട് പറയും, അവിടുത്തെ പാദചലനങ്ങൾ ഈ നാട്ടിലെത്തുമ്പോൾ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വലിയ ഉയർച്ച വരികയാണ്. നമ്മുടെ മഹാന്മാരായ സദാത്തുക്കളും ഉലമാക്കളും എത്തുമ്പോൾ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള പ്രാസ്ഥാനിക സൗദത്തിന്റെ സംഘടനാ ചട്ടക്കൂടുകൾ ശാസ്ത്രീയമായി ഒരുക്കിയതിന് ശേഷമാണ് സൗത്ത് കേരളയിൽ ഇത്രയും വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രത്യേകതയൊക്കെ നിലനിർത്തുന്നതിനും കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും തങ്ങളുടെ സാന്നിധ്യം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മഹാനവറുകളോട് പറയുമ്പോൾ നിഷ്കളങ്കമായ മറുപടി, എങ്കിൽ ഞാൻ എൻ്റെ ജീവനുള്ള കാലത്തോളം ഇവിടെ വരും. ഞാൻ ഓർത്തു പോവുകയാണ്, അവസാനം മദീനയിൽ നിന്ന് അതാ യാത്ര പറച്ചിൽ പോലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ റൗദ ശരീഫിൽ ഇരുന്ന് ഇനി എൻ്റെ ഭാര്യ, മക്കള്, ദുനിയാവിൻ്റെ ഏടാകൂടങ്ങളുടെ ചിന്ത എൻ്റെ മനസ്സിൽ നിൽക്കുന്നതിന് പകരം റബ്ബായ നിന്നിലേക്ക് എൻ്റെ ഖൽബ് തിരിച്ചു വെക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ അതാ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് വെച്ച് മരണത്തിന്റെ തയ്യാറെടുപ്പോടെ ഒരു സിയാറത്ത് നടത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു
തിരിച്ചു വരുന്നത്. ഈ സമയത്ത് പോലും അതാ ഖാദിസിയിൽ അങ്ങ് ദൂരെ വളരെ സാഹസികമായി യാത്ര ചെയ്ത് ആ സമയത്ത് വരേണ്ടുന്ന സ്ഥലത്ത് സ്വലാത്തിന്റെ മജ്‌ലിസിൽ ആര് നേതൃത്വം വഹിക്കും, ഞാൻ പോകണ്ടേ എന്ന് ചോദിച്ച് അവസാനം മകൻ എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, തങ്ങളുപ്പ ഇപ്പോൾ യാത്ര ചെയ്യണ്ട, സുഖമില്ലാത്തത് കൊണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള മഹാനുഭാവൻ അവസാനം ആ മരണത്തോടടുത്തു നിൽക്കുന്ന സമയത്തുള്ള സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് എത്താതിരുന്നത്. ഞാൻ ഓർത്തു പോവുകയാണ്, ഇത്രയും വലിയ സമർപ്പണ ബുദ്ധിയോടെ ജാടയില്ലാതെ ഗാംഭീര്യമുള്ള വളരെ വ്യക്തിത്വത്തിന്റെയും ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹിക്കമിൽ വിവരിച്ച ഉഖ്റവിയായ ഉലമാഇന്റെ സർവ്വലക്ഷണവും ഒത്തുചേർന്ന ആ ഹൈബത്ത് കൊണ്ട് ആളുകൾക്ക് അടുക്കാൻ പേടിയുണ്ടാകുമെങ്കിലും ആ ഹൈബത്തിന്റെ നിറരൂപമായ മഹാനവറുകളുടെ സമീപത്തേക്ക് എത്തി ഒന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പര്യായമായ മഹാനുഭാവൻ അവിടുത്തെ സ്നേഹനിധിയിലേക്ക് ഏതൊരു ചെറിയ വിദ്യാർത്ഥിയെയും അതുപോലെ പാവപ്പെട്ട പണിക്കാരനെയും ചേർത്ത് വെക്കുന്ന രംഗം കാണുമ്പോ സുബ്ഹാന ജല്ല ജലാലു ആ സ്നേഹലോകത്തു നിന്ന് മാറാൻ ജീവിതത്തിൽ ഒരിക്കലും ആ അടുത്ത അനുയായിക്ക് പറ്റുകയില്ല. അതിന്റെ ലക്ഷണമാണ് അൽഹംദുലില്ലാഹ് ഈ 10 വർഷം കഴിഞ്ഞിട്ടും ആ ഉറൂസിന്റെ മജ്‌ലിസിലേക്ക് ഇതാ നാളെ ഉച്ചയോടുകൂടെ ഇവിടെ നടക്കുന്ന അന്നദാനത്തിന്റെയും മൗലിദിന്റെയും മജ്‌ലിസുകളിൽ 10,000 ഇവിടെ എത്തിച്ചേരുന്നത് മഹാനവറുകളുടെ ആ പ്രത്യേകമായ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ്. ഞാൻ ആ ഭാഗത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദർശ രംഗത്ത് നമ്മളെ പരിപാലിക്കുന്നതിന് ഉലമാഇന് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും സ്വായത്തമാക്കിയ സയ്യിദ് അവറുകൾ, മഹാനവറുകൾ സമസ്ത കേന്ദ്ര മുശാവറയിലും എന്നാൽ യുവജന സംഘടനയിലും ഒരേപോലെ നേതൃത്വം വഹിച്ച് ഈ മഹത്തായ സമൂഹത്തിന് ദിശാബോധം നൽകുകയായിരുന്നു. ഞാൻ ഓർത്തു പോകുന്നു, SYSന്റെ കാവൽ ഭടന്മാരായ സമ്മേളനത്തിനും പ്രവർത്തനത്തിനും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട 25,000-ഓളം വരുന്ന പ്രതിനിധികളെ ഇരുത്തിക്കൊണ്ട് വളരെ വ്യക്തമായി മഹാനവറുകൾ ഉപദേശിച്ചു, മക്കളെ, യുവത്വം ഇനി തിരിച്ചു വരില്ല. ശബാബക ഖബ്ല ഹറമിക. കാഫിന്റെ ഒക്കെ മുഴക്കം ഇപ്പോഴും കാതുകളിൽ പ്രതിബിംബിക്കുന്നുവെങ്കിൽ, പ്രതിധ്വനിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ വയസ്സാകുന്നതിന് മുമ്പ്, പ്രായമാകുന്നതിന് മുമ്പ് യുവത്വത്തെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രയോഗിക്കാനും പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ഉണ്ടാകണമെന്ന ആധികാരിക രസനയുടെ ഉപദേശം കല്ലിൽ കൊത്തിവെച്ചതുപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ യുവസമൂഹം അതാ ഒപ്പിയെടുക്കുകയും പിന്നീട് കേരള മുസ്ലിം ജമാഅത്ത് ഇവിടെ നിലവിൽ വരുമ്പോൾ ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമൂഹം തന്നെ പ്രായത്തിന്റെ പേരിൽ ക്ഷീണം വരാതെ ഇവിടെ പ്രവർത്തിച്ചു മുന്നേറുകയും ചെയ്യുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സിഹ്ഹതക ഖബ്ല സഖമിക. രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനൊരു ചെറിയ അടിക്കുറിപ്പ് മഹാനവറുകൾ നൽകി. എനിക്കിപ്പോൾ 54 വയസ്സാകാൻ പോകുന്നു, 50 വയസ്സ് കഴിഞ്ഞു. ഈ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് പഴയ കാലത്തെ പോലെ ഓടിച്ചാടി നടക്കാനുള്ള ആരോഗ്യം നമുക്ക് ലഭിക്കില്ല. പലവിധ അസുഖങ്ങളുടെയും പിടിയിലായി മനുഷ്യൻ മാറിപ്പോകുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ യുവാക്കളെ, നിങ്ങൾക്ക് 50 തികഞ്ഞവരല്ല. നിങ്ങൾ അതിനു മുമ്പ് ഇവിടെ വളരെ വ്യക്തമായ ദീനീ പ്രബോധന രംഗത്ത് നിഷ്കാമവും നിഷ്കളങ്കവുമായ സേവന പാതയിൽ നൈരന്തര്യത്തോടെ നിലനിൽക്കണമെന്ന് ഉപദേശിക്കുമ്പോൾ മഹാനുഭാവന്റെ ആധികാരിക രസനയ്ക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി ആശീർവാദവും അനുഗ്രഹവും കിട്ടുന്നൊരു നേതൃത്വത്തെ പോലെ അന്നത്തെ യുവസമൂഹം ഇരുന്ന രംഗം ഇപ്പോഴും കൺമുന്നിൽ മിന്നിമറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ തെക്കൻ കേരളത്തിലും ആ ചാനൽ മാറ്റാതെ അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ മകൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ സയ്യിദ് ഷഹീർ തങ്ങൾ ബുഖാരി 1 മാസം പോലും മുടങ്ങാതെ വളരെ കൃത്യമായി ആ സ്വലാത്തിന്റെ മജ്‌ലിസിലെത്തുകയും 100 കണക്കിന് ആളുകൾ ഉപ്പയുടെ പിൻഗാമിയെ കാത്തവിടെ നിൽക്കുമ്പോ ആ
ആശ്വാസം പകരുന്ന തീഷ്ണമായ രോഗികളെ തലോടാനും ആശ്വസിപ്പിക്കാനും വേണ്ടി അവിടെ എത്തിച്ചേരുന്നു എന്ന വസ്തുത കൂടി നിങ്ങളുടെ അറിയിക്കാൻ ഈ സമയത്ത് എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് ആ വിത്ത് വിതച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹ്ലുസുന്നത്തിന്റെ പാതയിൽ ഇന്ന് ഈ നാട് മാത്രമല്ല, അതുപോലെ കർണാടകയുടെ തെക്ക് ഭാഗം മാത്രമല്ല, കേരളത്തിന്റെ തെക്കേ അറ്റം മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികൾ ഒരുമിച്ചുകൂടി അവിടുത്തെ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകാനും സ്ഥാപിച്ചു തരാനും മഹാനവറുകളെ സമീപിക്കുകയും വരുത്തുകയും ചെയ്ത് അത്തരം സദസ്സുകളുടെ സജീവ സാന്നിധ്യവും സമ്പന്നതയും ഉണ്ടാക്കിയെടുത്ത വസ്തുത നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ പ്രാവശ്യം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാൻ അവസരം ലഭിച്ച് മിനായിലും അറഫയിലും എത്തുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ ശൈഖുനായുടെ വാക്കുകളാണ്. അതാ റബ്ബായ നിന്റെ മുന്നിൽ മിനായിലും അറഫയിലും വന്ന് ഈ അടിയങ്ങൾ പറയുന്നത്, റബ്ബേ നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണം, ആഖിറത്തിലെത്തുമ്പോ സ്വർഗം തരണമെന്നും നിന്റെ തൃപ്തി തരണമെന്നും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ആഖിറത്തിന്റെ ഉഖറവിയായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം ദുനിയാവിന്റെ വിഷയങ്ങളും പറഞ്ഞ് മുഴുവനും ചോദിക്കാൻ ഏറ്റവും അസുലഭ സന്ദർഭമായ അറഫ മൈതാനിയിലൂടെയും മിനായുടെ പരിശുദ്ധ ഭൂമികളിലൂടെയും നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ ചോദിക്കാൻ നേതൃത്വം നൽകി പരിശീലിപ്പിച്ച നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനുഭാവന്റെ ദുആയിൽ ഒരു സമയത്ത് നമ്മൾ അവസാനം കേൾക്കുകയാണ്, എനിക്ക് അടുത്ത വർഷത്തേക്ക് ജീവിക്കാൻ ഒരു 25 ലക്ഷം രൂപ വേണം. എൻ്റെ സ്വകാര്യം മാത്രമല്ല, പാവപ്പെട്ടവരെ സഹായിക്കാനടക്കം ഞാൻ ഇന്ന് ചുറ്റുപാടും നടത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി 25 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഒരു ഇന്നോവയുടെ പുതിയ കാറും ആവശ്യമുണ്ടെന്ന് അറഫയിൽ വെച്ച് കരച്ചില് മാത്രമായി ആമീന്റെ ശബ്ദം തികയാതെ വരുന്ന ആ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും ആഖിറം മുഴുവൻ ചോദിച്ച മഹാനുഭാവൻ അവസാനം ദുനിയാവിലെ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോ എത്ര വലിയ ആത്മവിശ്വാസത്തോടെയാണ് ആ പ്രാർത്ഥന ഉതിർത്തതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അല്പം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോ ഖാദിസിയിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, തങ്ങളുപ്പ അവിടെ വെച്ച് അവസാനം ഇങ്ങനെ 2 ചോദ്യം ചോദിച്ചത് ഞങ്ങളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അവിടുന്ന് അതുവരെ ചോദിച്ച ആഖിറത്തിന്റെ ഉഖ്റവിയായ ആവശ്യങ്ങൾ, ഈമാനികമായ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ തൃപ്തിയിൽ ചാലിട്ടൊഴുകി വന്ന അവിടുത്തെ പ്രാർത്ഥനയും അതിന് പിന്തുണ നൽകിയ ആമീനുകൾ മാറി കണ്ണുനീരിന്റെ പുഴയുമായപ്പോ അവിടുന്ന് അവസാനം നിർത്തുന്ന സമയത്ത് ഇത് പറഞ്ഞല്ലോ, അതേ മൊയ്ലാരെ, എല്ലാം അള്ളാഹുവിനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. റബ്ബായ അള്ളാഹു നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നവനല്ലേ. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാരുണ്ട്? അള്ളാഹു തആലയല്ലേ നമുക്ക് ഓക്സിജൻ തരുന്നത്, നമുക്ക് ജീവൻ തന്നത്, നമുക്ക് കൈകാലുകൾ തന്നത്, നമുക്ക് ഭൗതികവും ആത്മീയവുമായ സൗകര്യങ്ങൾ ചെയ്തു തന്നത്. അവൻ നിശ്ചയിക്കുന്ന സമയത്തല്ലേ നമ്മൾ ഇവിടുന്ന് യാത്ര പറയേണ്ടത്, അവൻ്റെ അടുത്തല്ലേ നമുക്ക് ചോദിക്കേണ്ടത്. അത് അറഫയിൽ വെച്ച് KA19 MA 9996, ഒന്നുകൂടി പറയാം, KA19 MA 9996 സ്വിഫ്റ്റ് വണ്ടി റോഡ് തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്തിരിക്കുന്നു. നിർബന്ധമായും മാറ്റി പാർക്ക് ചെയ്യുക. KL 59B 4332 ആൾട്ടോ, KL 60D 6730 ആൾട്ടോ, KA19 MA നേരത്തെ പറഞ്ഞ 9996 സ്വിഫ്റ്റ്. ചിലപ്പോൾ പോലീസ് ഉയർത്തിക്കൊണ്ട് പോകാനും സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുക. അപ്പോൾ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ദുനിയാവും ആഖിറവും എല്ലാം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹാജിമാരുടെ അധരങ്ങളിലൂടെ അടർന്നു വീഴുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന അതല്ലേ മൊയ്ലാരെ? അതുകൊണ്ട് നമുക്കതിൽ ചോദിക്കാതെ നിവൃത്തിയുണ്ടോ? അള്ളാഹു തരണ്ടേ നമുക്ക് മുഴുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ആ ചോദ്യം ചോദിച്ചത് അതുകൊണ്ടാണ്.
ഞാൻ ചോദിച്ചു, അപ്പോൾ ഇന്നോവ കാറ് കിട്ടിയല്ലേ, പുതിയ കാറിലാണെന്ന് വന്നത്? അതേ കിട്ടി. അവിടുന്ന് ചോദിച്ചു, അള്ളാഹു എനിക്ക് തന്നു. ഞാൻ ചോദിച്ചു, 25 ലക്ഷം രൂപ കിട്ടിയോ? അടുത്ത് കൂടിയാൽ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം മഹാനവറുകൾ തരും, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ആ സമയത്ത് പറഞ്ഞു, മൊയ്ലിയാരെ, 1 വർഷത്തേക്കാണ് 25 ലക്ഷം ചോദിച്ചത്, ഇപ്പം 3 മാസമേ ആയിട്ടുള്ളൂ. 25-ന് ഈ 3 മാസത്തെ കൊണ്ട്, അഥവാ 12 മാസം കൊണ്ട് ഓഹരിച്ചാൽ 3 മാസത്തേക്ക് എത്ര വേണമോ അത്രയും അള്ളാഹു എനിക്ക് തന്നു കഴിഞ്ഞു. എത്ര വലിയ തവക്കുലിന്റെ ഉടമയായി നമ്മുടെ മുന്നിൽ ജീവിക്കുകയും എന്തു പറഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ ഇഷ്ടപ്പെടണം, ലോകം മുഴുവനെതിരായാലും റബ്ബായ നീ ഞങ്ങൾക്കെതിരാകരുത്, റബ്ബായ നീ ഞങ്ങൾക്കെതിരായിട്ട് ലോകം മുഴുവൻ അനുകൂലമായത് കൊണ്ട് അർത്ഥമില്ല എന്ന പ്രാർത്ഥന വാചകത്തിന്റെ കസറത്തല്ല, ആത്മാർത്ഥമായി അന്തരാളത്തിൽ നിന്ന് വരുന്നതാണെന്ന് ലോകത്തോട് ബോധ്യപ്പെടുത്തി നാം ആകുന്ന ശിഷ്യന്മാരോടത് പഠിപ്പിച്ചു തന്നെങ്കിൽ അതിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ? ആ വാചകങ്ങളിലെ അർത്ഥങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുമോ? എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാനും അവിടുത്തെ നേതൃത്വത്തെ പോലെ പിന്നിൽ പോകാനും കഴിയും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. KL 14 AB 8233 സ്വിഫ്റ്റ് കാറും കൂടി പെട്ടെന്ന് മാറ്റി കൊടുക്കുക. KL 14 AB 8233. ഇത് പറയിപ്പിക്കാത്ത നിലക്ക് പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ വേണം പാർക്ക് ചെയ്യാൻ. അത് നമ്മൾ പഠിക്കേണ്ട ഒരു ചിട്ടയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവിടുന്ന് പഠിപ്പിച്ച ഒരു ആത്മധൈര്യത്തിൻ്റെ വ്യക്തമായ സൂചിക അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ കാണണം. ഇപ്പോഴത്തെ കാലം നിങ്ങൾക്കറിയുമല്ലോ, എവിടെയൊക്കെ നോക്കിയാലും പ്രതിസന്ധികളാണ്. ഇന്ന് ഇസ്രയേലും ഇറാനും തമ്മിൽ അതാ വലിയ സംഘർഷത്തിലാണ്. ഔപചാരികമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് ലോകം പറയുന്നതെങ്കിലും യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർവനാശം വരുത്തുന്നതിന് വേണ്ടി ജൂതക്കരടി ഫലസ്തീനിലെ പിഞ്ചോമന മക്കളെ ഇഞ്ചിഞ്ചായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന തമാശ കാണിക്കുന്നതിൻ്റെ കൂടെയാണ് മറ്റൊരു രാജ്യത്തേക്ക്, ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ സൈനിക മേധാവികളെ കൊല്ലാൻ ആ വളരെ കുൽസിതമായ ശ്രമം നടത്തി കടന്നു വന്ന സാഹചര്യമുണ്ടായത്. ഏതായിരുന്നാലും ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് ഇപ്പോൾ ഈ വേദിയിൽ കടന്നു പോകുന്നില്ല. നമുക്ക് പറയാനുള്ളത്, മഹാനായ സയ്യിദ് അവറുകളുടെ മുന്നിൽ അതബോടെ നിന്നുകൊണ്ട് പറയാനുള്ളത്, ഇതൊന്നും പൂർവ്വകാലത്തെ പ്രതിസന്ധികളുടെ സമീപത്ത് പോലും എത്തില്ല. നിങ്ങൾ അറിയുമല്ലോ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായി. മുസ്ലിം ലോകത്തെയും മുസ്ലിം സമൂഹത്തെയും മുസ്ലിം ജനസാമാന്യത്തെയും തെറ്റിദ്ധരിപ്പിക്കുമാറ് വാചകങ്ങൾ കൊണ്ട്, ഇസ്ലാമോഫോബിയ കൊണ്ട്, സൈനിക നടപടികൾ കൊണ്ട് ലോകത്തുരുണ്ടുകൂടുന്ന വിരോധം എന്തിൻ്റെ പേരിലാണ് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ദീനാകുന്ന ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമായതുകൊണ്ട് പ്രശോഭിച്ചു നിൽക്കുന്നു എന്നതിൻ്റെ അസൂയയാണ്, വിരോധമാണ് ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും പ്രകടമായ കാരണം. ഇതാ ഫലസ്തീനിലെ പിഞ്ചോമന മക്കളെ ഇഞ്ചിഞ്ചായി ഇന്നലെയും 92 കുഞ്ഞുങ്ങളെയാണ് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന സ്ഥലത്ത് ബോംബിട്ട് മനുഷ്യത്വരഹിതമായി ഇസ്രയേൽ കൊന്നുകളഞ്ഞത്. വലിയൊരു തമാശ കേൾക്കുന്നത് എന്താണെന്നറിയോ? ഇസ്രയേലിലെ ഒരു ആശുപത്രിക്ക് മേലെ, അതും സൈനിക ആശുപത്രിക്ക് മേലെ ഇറാൻ ബോംബിട്ട് നശിപ്പിച്ചു എന്നത് മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണെന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും പറയാൻ നാണമില്ലേ, ലജ്ജയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഫലസ്തീനിലെ പിഞ്ചോമന മക്കളെ എടുത്തുകൊണ്ടുവന്ന ഒരു ടേബിളിന്റെ പുറത്തിരുത്തി അതാ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ കൊണ്ട് താൽക്കാലികമായി ഓപ്പറേഷൻ ചെയ്യാൻ മാത്രം ജീവൻ പണയം വെച്ച് UN ഡോക്ടർമാർ വരുമ്പോ അവരുടെ തലയ്ക്കും ഇതേവരെ സർവ്വ ആശുപത്രികളും ബോംബിട്ട് തകർത്ത ഇസ്രയേല് വീണ്ടും വർഷിക്കുന്നുവെങ്കിൽ അവനാണോ ഈ അഭിസാരികക്കാണോ ആഭിജാത്യത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ മേനി നടിക്കാൻ അവകാശമെന്ന് നാം
ചോദിച്ചു പോവുകയാണ്. ലോകത്ത് കാണുന്ന എന്തെല്ലാം ക്രൂരമായ തമാശകൾ. ഇറാനുമായി പ്രശ്നത്തിലിരിക്കുമ്പോൾ തന്നെ ഇന്നലെ ഫലസ്തീനിൽ 92 കുഞ്ഞുങ്ങളെ ഭക്ഷണത്തിന് ക്യൂ നിന്നവരെ കൊന്നുകളയാൻ കാണിച്ച മനസ്സ് എന്തുകൊണ്ട് അമേരിക്കക്കാരൻ കാണുന്നില്ല? നാം വളരെ വ്യക്തമായി ആലോചിക്കണം. UN-ന്റെയും അതുപോലെ മറ്റ് സമിതികളുടെയും ഒക്കെ യോഗം കൂടുമ്പോൾ ഇറാനിൽ ആണവ നിലയവും ആണവ റിയാക്ടറും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് രംഗത്ത് വരുന്നത്. അത്തരം ആണവ ശക്തികളോട് വേണ്ട ഉപദേശങ്ങൾ നടത്തി ലോകനശീകരണത്തിന് അപകടം വരുത്തുന്നതിന് കാരണക്കാരാകരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് നാം ആരും എതിരല്ല. അതേസമയം ഏകപക്ഷീയമായ അത്തരം വിരോധത്തിലധിഷ്ഠിതമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കിരാതമായ പരിണിത ഫലം അതിവിടെ ഒരു ടീമിന് മാത്രം വെച്ചിട്ടുള്ളതല്ലെന്ന് പറയാനാണ് ഈ സമയം നാം വിനിയോഗിക്കുന്നത്. ഫലസ്തീനിൽ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ട ആളുകൾ, കരിക്കട്ട പോലെ കരിച്ചു തള്ളിയ ആളുകൾ, അതിനിടയിൽ നിന്ന് അതാ ബന്ദികളായി കിടന്നവരിൽ നിന്ന് ബന്ദികളായി കിടന്നവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളുകൾ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ആ രക്ഷപ്പെട്ട ആളുകളിൽ പലരും അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഖുലൂ തക്ബീർ. ഇതെന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, ബന്ദികളായി ഈ ചുട്ടരിക്കപ്പെട്ടപ്പോഴും പടുകുഴിയിലേക്ക് തള്ളപ്പെട്ടപ്പോഴും ബന്ദികളായി പിടിച്ചവരുടെ ജീവനും സ്വത്തിനും അവരുടെ സൗന്ദര്യത്തിന് പോലും കേടുവരാതെ അവരാർത്തുല്ലസിച്ച് ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേലിലേക്ക് തിരിച്ചുവിട്ടതെങ്കിൽ കന്നുകാലികളെക്കാൾ കഷ്ടമായി അതാ വസ്ത്രങ്ങൾ പോലുമില്ലാതെ ലോറികളിൽ ലോഡടിക്കുന്നത് പോലെ മനുഷ്യരെ തിരിച്ച് ഫലസ്തീനിലേക്ക് വിടുന്ന ഇസ്രയേലിന്റെ വൃത്തിഹീനമായ പ്രവർത്തനം, ഇത് രണ്ടും തമ്മിൽ മാറ്റുരച്ചത് ആശയപരമായ ഒരു സംഘട്ടനത്തിലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹാപ്പി എന്ന് പറഞ്ഞ് തിരിച്ച് ഇസ്രയേലിലേക്ക് ചെന്നവർ അതാ രാജ്യത്ത് ചെന്ന് സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ശേഷം പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമിനെ തള്ളിപ്പറയില്ല, ഞങ്ങൾ ഖുർആനിന്റെ മര്യാദയെ വളരെ വ്യക്തമായി പുകഴ്ത്തി പറയുകയാണ്. ചിലരെങ്കിലും പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരോരും ചോദിക്കാനില്ല, സഹായിക്കാനില്ല, ഒരൈക്യരാഷ്ട്ര സഭയും കരയാനില്ല. എന്നിട്ട് പോലും അശരണരായി മാറിയ ഒരു രാജ്യത്തിന്റെ പിഞ്ചോമന മക്കൾ ഇന്നും കൊല്ലപ്പെടുമ്പോഴും ആ അധ്യായം കൊണ്ട് അതിക്രൂരമായി പ്രവർത്തിച്ച ഇസ്രയേലിനും സഹായിച്ച അമേരിക്കക്കും ലോകത്തെ അഭിപ്രായമെടുത്തു നോക്കിയാൽ പടുകുഴിയിലേക്ക് തള്ളപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരേതൊരാശയത്തിനെതിരെയാണോ പോരാടിയത് ആ ആശയത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന പരാജയം അവരിരട്ടയായി ഏറ്റുവാങ്ങുകയാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ കാണുന്നതിനേക്കാളും വലിയ പ്രതിസന്ധികൾ ലോകത്ത് വന്നാലും ആരാരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അള്ളാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം, ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപഴുത്ത മണലിൽ മലർത്തി അതാ ശരീരം മീൻ വരയുന്നത് പോലെ വരഞ്ഞ് ആ മുറിവിലേക്ക് ചുട്ടുകഴുത്ത ചുടുകല്ലുകൾ എടുത്തു വെച്ച് പൊള്ളിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് മാറണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അഹദ് അഹദ് എന്ന് വിളിച്ചു പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം നമ്മുടെ ശ്രവണപുടങ്ങളിൽ നിന്ന് മാറിപ്പോകരുത് പ്രിയപ്പെട്ടവരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കിന്റെ പാലം പോലും തകർത്ത് മൃതപ്രായമെത്തിയോ എന്ന് മക്കയിലെ ഖുറൈശികൾ സംശയിച്ച് ഗോത്രകലഹത്തിന് കാരണമാകുമെന്ന് ചിന്തിച്ചത്ര കാഷ്വാലിറ്റിയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൊണ്ടുപോകുമ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്പ സംസാരിക്കാനിട വന്നപ്പോൾ, അല്പവേദനയ്ക്ക് ശമനം വന്നപ്പോൾ എൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നിൽ ഖുറൈശി പട ശരിക്കും പതറിപ്പോയി എന്ന വസ്തുത നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുപോലെ ചരിത്രം ആവർത്തിച്ചു വരും. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ ചരിത്രഭേരി തീർച്ചയായും സത്യത്തിന്റെയും നീതി
ജർമ്മനിയുടെയും കൂടെയായിരിക്കും ഉണ്ടാകുക. അതാണ് പുരാതന കാല ചരിത്രത്തിലെ ഫറോവമാരിലും അതുപോലെ നിരവധി ഹിറ്റ്ലർമാരിലും നമ്മൾ മുൻകാലത്ത് കണ്ടതെങ്കിൽ ആ കണ്ട യാഥാർത്ഥ്യത്തെ പച്ചയായി നിഷേധിച്ചുകൊണ്ട് ഭാര്യയും മക്കളും കുടുംബവും അതുപോലെ സജ്ജനങ്ങളെയും ആവശ്യമില്ലാത്ത വിധം ഒറ്റപ്പെട്ടു പോയ ചില കുലദ്രോഹികൾ രാഷ്ട്രത്തിന്റെ ഭരണങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവര് മറ്റ് രാജ്യങ്ങളെ മുട്ടുചൂടും നശിപ്പിച്ച് ജനങ്ങൾ എത്ര കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ലെന്ന നിലക്ക് കടന്നു വരികയും അതുപോലെ ഇറാനെ ആക്രമിക്കുമ്പോൾ അവർക്ക് ബേസ് കൊടുത്ത അറബ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് ആയുധങ്ങൾ പ്രയോഗിച്ച് അമേരിക്ക യുദ്ധത്തിൽ പങ്കാളികളായാൽ അറബ് രാജ്യങ്ങളെയും പേർഷ്യൻ രാജ്യമായ ഇറാനും തമ്മിൽ സംഘട്ടനമുണ്ടാക്കാമെന്ന നിലക്കാണ് അൽഹംദുലില്ലാ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന മഹാനായ ശൈഖുന റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ സമസ്തയുടെ അനിഷേധ്യരായ അധ്യക്ഷർ മഹാനവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. 2.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തരിശുഭൂമിയായിരുന്ന ഈ പ്രദേശത്ത് വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തിയ ഖാലി സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ തിരുകരങ്ങളാൽ ഉയർത്തപ്പെട്ട മൽഹർ 2.5 പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ച് സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിൽ സനദ്ദാന പ്രഭാഷണം നടത്താനെത്തുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആധികാരിക സംഘടനയുടെ അനിഷേധ്യരായ അധ്യക്ഷർ റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഈ മഹത്തായ വേദിയെ ധന്യമാക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ സയ്യിദ് സാംപീർ ഹുസൈൻ അൽ ഖാദിരി, അതുപോലെ സയ്യിദ് നൂർ ബാബ, സയ്യിദ് മെഹബൂബ് ഹുസൈൻ തുടങ്ങിയ ആന്ധ്രാപ്രദേശിലെ സമുന്നതരായ നേതാക്കൾ നമ്മുടെ വേദിയെ ധന്യമാക്കുന്നു. ശ്രദ്ധിക്കുക, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി വാഹനങ്ങൾ നിർത്തപ്പെട്ടത് റോഡ് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും KL 14U 4644 എന്ന വണ്ടി എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്നറിയിക്കുന്നു. അതുപോലെ KL 14A 88 87 40 എന്നീ വണ്ടി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. ശ്രദ്ധിക്കുക, മുഴുവൻ ആളുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യരായ അധ്യക്ഷർ നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുന്നു. മുഴുവൻ കൂട്ടുകാരും വേദിയിൽ സദസ്സിൽ വന്നിരിക്കണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. അൽഹംദുലില്ലാ, അവിടെ സൈഡിൽ നിൽക്കുന്ന ആളുകൾ ഉള്ള സീറ്റുകൾ അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നു കൊടുക്കണം. അധികം വരുന്ന ആളുകൾക്ക് വാളണ്ടിയേഴ്സ് സീറ്റ് സൗകര്യം ചെയ്തു കൊടുക്കണം. ഞാൻ നിർത്തുകയാണ്, ഇനി നീട്ടി ഒട്ടും പറയുന്നില്ല. മഹാനായ ശൈഖുന റഈസുൽ ഉലമാ ഉസ്താദ് അവറുകൾ നമുക്ക് വേണ്ടുന്ന നസീഹത്തും സനദ് വാങ്ങി ഇവിടെ ഇരിക്കുന്ന മദ്ഹരികളോട് അതുപോലെ ഹാഫിദുകളോട് അവിടുന്ന് ചെയ്യാനുള്ള ഉപദേശവും ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മഹാനവറുകളെ പ്രതീക്ഷിച്ച് നാം വൈകിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ റഈസുൽ ഉലമ ഉസ്താദ് ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം നിർത്തിപ്പോയത്. അവിടുത്തെ വണ്ടിയുടെ സൗകര്യത്തിന് മഹാനവറുകൾ ഇങ്ങോട്ട് വരാനുള്ള വണ്ടി മൺസൂൺ സീസൺ പ്രഖ്യാപിച്ചത് പെട്ടെന്നായിരുന്നു. അങ്ങനെ വണ്ടിക്കുള്ള ഡിലേ വന്നപ്പോൾ വേറൊരു വണ്ടി പെട്ടെന്ന് അറേഞ്ച് ചെയ്താണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിച്ചേർന്നത്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നിർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അനുഭവിച്ചതിൻ്റെ ഒരംശം പോലും നാം ആകുന്ന സാധുക്കളുടെ മുന്നിൽ എത്ര വലിയ ക്രൂരമായ ചിത്രം ഇസ്രായേൽ വിരിച്ചാലും വരച്ചാലും നമ്മുടെ മുന്നിൽ എത്തുകയില്ലെന്ന സത്യം നാം മനസ്സിലാക്കണം. പട്ടിണി കിടക്കുക മാത്രമല്ല, പച്ചില ഭക്ഷിക്കേണ്ടി വന്ന സാഹചര്യം അതാ വളരെ വ്യക്തമായ പ്രതിസന്ധി ഉണ്ടായപ്പോൾ സ്വന്തം കുടുംബക്കാര് താമസിക്കുന്ന തായിഫിലേക്ക് എത്തിയ സമയം അവിടുന്ന് അങ്ങാടി പിള്ളരെ കൊണ്ട് കല്ല് വലിച്ചെറിയിച്ച് ഈ ആദർശ പ്രസ്ഥാനത്തെ അവിടെ ഒതുക്കിക്കളയാമെന്ന് ധരിച്ചുകൊണ്ട് അതാ അവിടുത്തെ ആളുകൾ
ആളുകൾ പ്രവർത്തിച്ച സാഹചര്യം, ഉഹദ് രണാങ്കണത്തിലെ സാഹചര്യം നിങ്ങൾക്കറിയുമല്ലോ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പല്ല് ഷഹീദായ പടക്കളമാണ്. അവിടുത്തെ പിതൃവ്യനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ ഇഞ്ചിഞ്ചായി കൊല ചെയ്യുകയും അവിടുത്തെ നെഞ്ച് വെട്ടിപ്പിളർക്കുകയും അവിടുത്തെ കരള് ചവച്ചു തുപ്പുകയും ചെയ്ത പടക്കളമാണ്. ആ ഉഹദ് രണാങ്കണത്തിൽ വെച്ച് അവസാനം ശത്രുക്കൾ വളഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ശ്രദ്ധ സഹാബത്തിൻ്റെത് പോകത്തക്ക നിലയിൽ ഇന്നാ ഖതൽനാ മുഹമ്മദാ, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല ചെയ്തിരിക്കുന്നു എന്ന വ്യാജ പ്രഖ്യാപനം നടത്തുകയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന കരളിന്റെ കഷ്ടമായ മകള് പോലും വളരെ വിഷമിച്ചോടി പടക്കളത്തിലേക്ക് വരികയും ചെയ്ത അതിസങ്കീർണമായ കാലഘട്ടം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ സമയത്ത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒറ്റപ്പെടുത്തിയപ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു എന്ന മുടന്തനായ സഹാബി അവിടത്തേക്ക് വന്ന് പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. ഓ അല്ലാഹുവിൻ്റെ റസൂലേ, ആ വരുന്ന കുന്തങ്ങൾക്കെതിരെ കുന്തമയച്ചിട്ട് കാര്യമില്ല, അമ്പുകൾക്കെതിരെ അമ്പെയ്തിട്ട് കാര്യമില്ല, ആയുധങ്ങൾക്കെതിരെ ആയുധം എതിർത്തിട്ട് കാര്യമില്ല. എൻ്റെ ബോഡി കൊണ്ട് ഞാൻ പ്രിവെന്റ് ചെയ്തോളാം, ശരീരം കൊണ്ട് തടുത്തോളാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ മിഹ്ജാർ റളിയല്ലാഹു അൻഹു, അബൂ ദുജാന റളിയല്ലാഹു അൻഹു, ആമിർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബി പ്രമുഖർ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ വരിഞ്ഞു മുറുക്കി സംരക്ഷിച്ച് അവരുടെ ശരീരത്തേക്ക് വരുന്ന ആയുധങ്ങളൊക്കെ ഏറ്റുവാങ്ങി മുറിവേറ്റ് നിൽക്കുന്ന സമയത്താണ് ആ ചുറ്റുമതില് പോലെ അവരെ സംരക്ഷിച്ച സഹാബത്തിന്റെ ഇടയിലൂടെ ഒരമ്പും കുറ്റി വന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ വിശുദ്ധമായ കവിളിലൂടെ അവിടുത്തെ പല്ല് ഷഹീദാക്കുന്ന തരത്തിൽ ആക്രമിച്ചതെന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. ആ പല്ലൊന്ന് ആട്ടിയെടുക്കാൻ നോക്കുമ്പോൾ വേദന കൊണ്ട് വിഷമിച്ച റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, ഈ പല്ലൊന്ന് എടുത്തു തന്നാൽ കൊള്ളാം, എനിക്ക് നല്ല വേദന അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ കൈ അങ്ങോട്ടിട്ട് പല്ലെടുക്കാൻ വേണ്ടി അനക്കുന്നു. പക്ഷേ പല്ലനങ്ങും മുമ്പ് സിദ്ദീഖിന്റെ കൈവിരൽ അനങ്ങുകയാണ്, സിദ്ദീഖിന്റെ കരങ്ങൾ ചലിക്കുകയാണ്, അവിടുന്ന് ശരീരം വിറയ്ക്കുകയാണ്. ഞാനൊന്ന് ചലിപ്പിക്കുമ്പോൾ ഈ പല്ലുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങൾക്ക് വേദന അനുഭവപ്പെടുമോ എന്ന് ചിന്തിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പരാജയം സമ്മതിച്ചത് എനിക്കെടുക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ മാലിക് ബിൻ സിനാനിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അവിടുന്ന് വേദന അനുഭവിക്കുന്നു എന്നറിയാം, അനുമതി തന്നാൽ ഞാൻ അങ്ങ് എടുത്തു തരാം. എടുക്കാൻ നോക്കിയിട്ട് എടുക്കാൻ കഴിയുന്നില്ല, കടിച്ചെടുക്കട്ടെയോ നബിയെ എന്ന് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂല് നഅം എന്ന് ഉത്തരം പറഞ്ഞു. അതാ അവിടുത്തെ ശറഫാക്കപ്പെട്ട പല്ല് കടിച്ചെടുത്തു കൊടുക്കുമ്പോ ആ മാലിക് ബിൻ സിനാന്റെ വായിൽ നിന്ന് ആ രക്തത്തോടൊപ്പം നിന്ന പല്ലെടുത്ത് അല്ലാഹുവിൻ്റെ ഹബീബിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ആ പല്ല് കയ്യിൽ വാങ്ങിയിട്ട് പുല്ലാര ഹബീബിന് എത്ര വേദന വന്നു എന്ന് നാം മനസ്സിലാക്കുക. അവിടുത്തെ പല്ല് പറഞ്ഞു പോരുകയാണ്, ആ പല്ല് കടിച്ചെടുപ്പിക്കുകയാണ്. ആ കടിച്ചെടുത്ത പല്ല് കയ്യിൽ വെച്ചപ്പോ ആ മാലിക് ബിൻ സിനാന്റെ വായിൽ രക്തം തളം കെട്ടി നിൽക്കുന്നത് കണ്ടു. ഉടനെ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, മുജ്ജ മാലിക് ബിൻ സിനാനെ ആ തുപ്പല് തുപ്പിക്കളയുക, ആ രക്തം തുപ്പിക്കളയുക. ആ സമയത്ത് മാലിക് ബിൻ സിനാനിൽ ഖുദരി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ മുജ്ജുഹു അബദാ, ഞാനിത് തുപ്പുന്ന പ്രശ്നമില്ല നബിയേ, അല്ലാഹുവിനെ തന്നെ സത്യം. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ എതിരു പറഞ്ഞില്ല. ബറക്കത്തിന് വേണ്ടി മാലിക് ബിൻ സിനാനിൽ ഖുദരി തങ്ങൾ ആ ബ്ലഡ് ഉള്ളിലേക്ക് ഇറക്കിയെന്ന് പരിഷ്കൃത പണ്ഡിതനായ അബുൽ ഹസൻ അലി നദ്വി പോലും അദ്ദേഹത്തിന്റെ മാദാ ഖസുറൽ ആലമു ബിൽ ഹിതാത്തിൽ മുസ്ലിമീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുന്നാർ റസൂലുള്ളാഹി തങ്ങൾക്ക്
വേണ്ടി, പിൽക്കാലത്ത് അഹ്ലു ബൈത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സമൂഹം തയ്യാറാണ്. സ്വഹാബികൾ പഠിപ്പിച്ചത് അതാണ്. അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്ന് റസൂലുള്ളാഹിന്റെ കവിളിൽ നിന്ന് പൊട്ടി വന്ന രക്തം അതാ ഒപ്പിക്കൊടുക്കുമ്പോ ഫാത്തിമക്ക് മനസ്സിലായി, വ്യാജ പ്രചരണം കൊണ്ട് ജൂതന്മാർ, ശത്രുക്കൾ ഇവിടെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചതാണ്. അവിടുന്ന് ഈ രക്തം ഭൂമിയിൽ വീഴാൻ പാടില്ല. അമ്പിയാക്കളുടെ ബ്ലഡ് വീണാൽ ഈ നാട് നശിച്ചു പോകുമെന്നറിയാവുന്ന ലോകൈക ചക്രവർത്തിയുടെ ആ രാജകുമാരിയായ മകള് ഈ ഉമ്മത്തിന്റെ സലാമത്തിന് വേണ്ടി പെട്ടെന്നൊരു പഴയ പായ അവിടെ കിടന്നതെടുത്ത് കരിച്ചതിന്റെ ചാമ്പലെടുത്ത് അഷ്റഫുൽ ഖൽഖിന്റെ പൂമേനിയിൽ അവിടുത്തെ തിരുകവിളിൽ പുരട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ ബ്ലഡിന്റെ വരവ് നിർത്തിയിട്ട് നോക്കുമ്പോഴാണ് തൊട്ടടുത്ത് 1 സെന്റിമീറ്ററിന്റെ ഡിസ്റ്റൻസ് പോലും ഇല്ലാതെ വെരി ഡീപ്പായ കുഴികൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട മുതുകോടെ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഇഞ്ചിഞ്ചായി പിടഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിനെ സംരക്ഷിച്ച് ഷഹീദായി അവിടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വീഴുകയാണ്. അത് കാണുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി തങ്ങളെ സംരക്ഷിച്ച ഈ സ്വഹാബത്തിന് ദുആയിരുന്നുവെങ്കിൽ അവിടുത്തെ രക്തം ഓടുന്ന അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തിന്റെ കണ്ണിയിൽ നമ്മുടെ നാട്ടിൽ ആലിമും സയ്യിദുമായി ഒരു സാത്വികരായ പണ്ഡിതന്റെ എല്ലാ പ്രത്യേകമായ ഗരിമയും വിനയവും സമ്മേളിച്ച, വളരെ ആത്മാർത്ഥമായി നമ്മളെ തർബിയത്ത് ചെയ്ത മഹാനായ ശൈഖുനായുടെ സമീപത്ത്, അവിടുത്തെ മഖാമിന്റെ ചാരത്ത്, അവിടെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ധാരാളം മദ്ഹരികൾക്ക്, ധാരാളം ഹാഫിദുകൾക്ക് അവിടുന്ന് ഉദ്ദേശിച്ച മദ്ഹറിന്റെ മണിമുറ്റത്ത് വെച്ച് സനത് കൊടുത്ത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആശീർവാദം നൽകിപ്പോയി. ഇനി സമസ്തയുടെ വന്യരായ അധ്യക്ഷർ ഈ പ്രായത്തിന്റെയും ക്ഷീണത്തിന്റെയും ഇത്രയും വലിയ സാഹസികമായ യാത്രയുടെ ക്ഷീണം പോലും മറന്ന് ഇവിടെ വന്നിരിക്കുന്നുവെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളുടെ മുത്തുകളായ ഈ ഉലമാക്കൾക്ക്, ഞങ്ങളുടെ നേതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങൾക്ക് മഹാനായ തങ്ങളവറുകൾ പഠിപ്പിച്ച ആ സ്വലാത്തിനോടുള്ള മഹബത്ത്, പുന്നാര ഹബീബിനോടുള്ള ഇഷ്ടം, ആ ഹബീബിന്റെ ഇഷ്ടത്തോടെ വളരെ വ്യക്തമായി മഅമൻ അഹ്ബബ്ത എന്ന് പറഞ്ഞ രീതിയിൽ സ്വർഗത്തിൽ അവിടുത്തെ ജിവാറിൽ ജന്നാത്തുൻ നഈമിൽ മഹാനായ തങ്ങളുപ്പാന്റെ കൂടെ ശൈഖുനായുടെ കൂടെ അവിടെ എത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്നുകൊണ്ട് വാക്കുകൾക്ക് തൽക്കാലം വിടാ. ശൈഖുനാ ഉസ്താദ് അവർക്ക് ഇവിടുത്തെ സംഘാടക സമിതി നേരത്തെ സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് വളരെയധികം സന്തോഷപൂർവ്വം സ്വാഗതമോദി വാക്കുകൾക്ക് തൽക്കാലം വിടാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഈ മഹാത്മാക്കളായ ഉലമാവിൻ്റെ സാന്നിധ്യം എന്നുള്ളത് തന്നെ. മഹാനായ സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറയുന്നത്, അമ്പിയാക്കളെ സദസ്സിലിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആലിമീങ്ങളെ കൂടെ ഇരിക്കുക എന്നാണ്. ഉഹ്റബിയായ ഒരു ആലിമിൻ്റെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്. മഹാനായ ബഹ്റുൽ ഉലൂം മൗഖി ഉസ്താദ് അവർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഈ മഹത്തായ സ്ഥാപനമുണ്ടാക്കാൻ ബഹ്റുൽ ഉലൂം മൗഖി ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മദ്ഹർ തുടക്കം കുറിച്ചിട്ടുള്ളത്.